കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാവാ, സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും ഞങ്ങൾക്ക് ആവശ്യമായ ആശീർവാദവും ഞങ്ങൾക്ക് ആവശ്യമായ സന്ദേശവും ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ആത്മാവ് സംസാരിക്കുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാവാ, സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, സ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ യേശുവിൻ്റെ വലിയ സാന്നിധ്യത്തിൽ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് സമർപ്പിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്തു പോയിട്ടുള്ള എല്ലാ മക്കളെയും കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും ഈ അൾത്താരയിൽ ആരാധനയോട് ചേർത്ത് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ആ മക്കളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പൂഞ്ചോറി ഞാൻ എടുക്കാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഭാഷാപരത്തോടെ ശ്രദ്ധിക്കട്ടെ. സ്നേഹഭൂമിയിൽ ഞാൻ വിരിക്കാം. സന്തോഷത്തോടെ ശ്രദ്ധിക്കട്ടെ. ആരാധന
ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കൈയടിച്ചു നീ വരും വഴികളിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്നേഹപ്പൊൻദീപം ഞാൻ തെളിക്കാം. സ്നേഹപ്പൊൻദീപം ഞാൻ തെളിക്കാം. ഈശോയെ നീ വരും വഴികളിൽ എന്റെ ഈശോയെ നീ വരും വഴികളിൽ നല്ലവനായ ഈശോയെ, നിന്റെ സാന്നിധ്യത്തിൽ നിന്റെ അഭിഷേകാർത്ഥികളെ ആന്തരികമായി ആഹ്ലാദിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിച്ചതിനെ സ്വസ്ഥം ചെയ്യുന്നു. അമ്മേ പരിശുദ്ധമേ, സ്വർഗത്തിൻ്റെ ഭൂലോകത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധമേ, കൃപാസനത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെടുവാൻ അപ്പൻ്റെ കൽപ്പന കിട്ടിയ അമ്മേ, ഈ ലോകത്തിൻ്റെ ദുരന്തങ്ങൾക്ക് വേണ്ടി സമാധാനത്തിലൂടെ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടൊരു സമൂഹത്തിൽ നടക്കുന്ന ആരാധന ഇതിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ ജീവിതം മുഴുവൻ അർപ്പിച്ചുകൊണ്ട് ഇവിടെ തീർത്ഥാടനത്തിലിരിക്കുന്നവരും ദൂരങ്ങളിൽ ഓൺലൈനിലിരിക്കുന്നവരും അവരുടെ ജീവിതങ്ങളിലെല്ലാം കർത്താവിൻ്റെ തിരുപ്രഭാത വലതുകരത്താൽ അവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവെ ശരീരത്തിൽ അവർ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അടിപ്പിട പോലെ ദിവ്യാഘാതം പോലെ ദൈവികശത്തെ അവിടേക്ക് ആവശ്യിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 സ്നേഹരാജാവേ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ വെളിച്ചോവേ സ്നേഹരാജാവേ എന്നും എന്നുള്ളിൽ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ വെളിച്ചോവേ. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആശ്വാസം പ്രാപിക്കുന്ന ഒരു ഇടത്തിലാണ് നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് കർത്താവ് നിന്നെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നിരിക്കണം എന്നുള്ള ബോധ്യം ഈ ആരാധന ആദ്യാന്ത്യങ്ങളിൽ ഇവിടെ ഇരിക്കുന്നവരിലും ഇത് ഓൺലൈനിൽ എപ്പോഴെല്ലാം നിങ്ങൾ കൂടുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ആന്തരികമായി ഉണ്ടാകേണ്ടതാണ്. ഉടമ്പടിയുടെ ഇന്ധനമെന്ന് പറയുന്നത് വർദ്ധിച്ച ദൈവസ്നേഹമാണ്. ഉടമ്പടിയുടെ ഇന്ധനം നിങ്ങളുടെ വസ്തുവിനെക്കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ചുള്ള സ്നേഹമല്ല, അതൊരു നനഞ്ഞ പടക്കം പോലെ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തെക്കുറിച്ചാണ് പ്രയോറിറ്റി എങ്കിൽ, പ്രോട്ടോക്കോളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയം ഒരു നനഞ്ഞ പടക്കം പോലെ ആയിരിക്കും, പൊട്ടത്തില്ല. ഉടമ്പടിയുടെ ഇന്ധനമെന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം രണ്ടായിട്ട് മനുഷ്യരെ തിരിക്കും, സ്വജാതിയിരുന്നും വിജാതിയിരുന്നും.
സുവിശേഷത്തിൽ നല്ല ജാതിയുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്ന സമുദായ ജാതിയൊന്നുമല്ല, ദൈവത്തിൻ്റെ ജാതിയും ലോകത്തിൻ്റെ ജാതിയും. മനസ്സിലായില്ലേ? ലോകത്തിൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ രണ്ട് തരം ജാതിയുണ്ട് സുവിശേഷത്തിൽ. അത് നമ്മൾ പറയുന്ന സമുദായത്തിൻ്റെ ജാതിയല്ല. പിന്നെന്താണ്? ദൈവത്തിൻ്റെ ജാതിയും പിന്നെന്താണ്? ലോകത്തിൻ്റെ ജാതിയും. ഇതിലെവിടെയാണ് നിങ്ങളെന്ന് തീരുമാനിച്ചാൽ മതി. ലോകത്തിൻ്റെ ജാതിയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആയില്ലല്ലോ ഓഫ് ലെറ്റർ വന്നില്ലല്ലോ, വസ്തുവിക്കാൻ ആൾ വന്നില്ലല്ലോ, മക്കളെ കെട്ടിയില്ലല്ലോ, അവർക്ക് കുഞ്ഞുണ്ടായില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപരാധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ജാതി. ദൈവത്തിൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് വേണ്ടി ജീവിക്കവരെ. സ്വർഗത്തെ എങ്ങനെ? ഇന്നലെ ഒരു ആതിര സുകുമാരൻ്റെ സാക്ഷ്യം ഉണ്ടായിരുന്നു. ഇടിയിട്ട് സാക്ഷ്യം. ആ കക്ഷി ഇന്നലെ പറഞ്ഞ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ നിന്ന് കേൾക്കരുത്, 2 കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് മുട്ടക്കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന സാക്ഷ്യം പറയണത്. ഈ മുട്ടക്കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഈ സുവിശേഷം മുഴുവൻ ചെയ്യണമെന്ന് ഓർക്കണം. അപ്പോൾ അവർ മാഞ്ചസ്റ്ററിൽ ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റിൽ അവരുടെ ടെസ്റ്റ് നടക്കുന്നത് മാഞ്ചസ്റ്ററിലാണ്. അപ്പോൾ അമ്മയുമായിട്ട് ഇവർക്ക് നല്ല ടൈപ്പാണ്. ഈ ഉടമ്പടി പ്രകാരം നമ്മളറിയാമല്ലോ, നമ്മൾ പ്രത്യേക ഉടമ്പടി സത്യസന്ധമായിട്ട് ചെയ്യുന്നവർ ദൈവമായിട്ടൊരു പ്രത്യേക റിലേഷനിലേക്ക് വരും. ദാറ്റ് മീൻസ് ഒരു സ്വകാര്യ റിലേഷൻസ്. നമുക്ക് ഇപ്പം നമ്മുടെ അമ്മയോട് നമുക്ക് എന്നാ വേണമെങ്കിലും പറയാമല്ലോ, എന്നാൽ ചുടുവെള്ളി തരം വേണമെങ്കിലും പറയാം, അല്ലേ? ആ ഒരു ബന്ധത്തിലേക്ക് വരും. ആതിര സുഖവാൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, അവർക്ക് ഇംഗ്ലണ്ടിലേക്കുള്ള ഫ്ലൈറ്റാണ്, പക്ഷേ ടെസ്റ്റ് മാഞ്ചസ്റ്ററിലാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് പിന്നീട് അവിടുന്ന് കാർ എടുത്ത് മാഞ്ചസ്റ്ററിലേക്ക് വരാൻ സമയമില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെ ദുരന്തം മനസ്സിലായി. അപ്പോൾ ഉടനെ അമ്മയോട് പറയും, അമ്മ എനിക്ക് മാഞ്ചസ്റ്ററിൽ ഇറങ്ങണമെന്ന് പറയും. മാഞ്ചസ്റ്ററിൽ ഈ വിമാനം ഇറങ്ങത്തില്ല. പക്ഷേ അവർക്ക് ടെസ്റ്റ് മാഞ്ചസ്റ്ററിലാണ്. അപ്പോൾ ഉടനെ അമ്മ എന്നാ ചെയ്യും? അമ്മയ്ക്ക് അതിനൊരു പാക്കേജ് ഉണ്ട്. നമുക്ക് ഇതുപോലെ സ്വതന്ത്രമായിട്ട് പറയാൻ കഴിയണം. മനസ്സിലായില്ലേ? അമ്മ എനിക്ക് മാഞ്ചസ്റ്ററിൽ ഇറങ്ങണമെന്ന് പറയും. ഈ വിമാനം അമ്മ മാഞ്ചസ്റ്ററിൽ ഇറക്കണം, കാര്യം എൻ്റെ ടെസ്റ്റ് അവിടെയാണെന്ന് പറയും. ഇത്രയും ആധികാരികമായിട്ട് പറയാൻ കഴിയണം. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അവിടെ റീസൺ വർക്ക് ചെയ്യത്തില്ല. ഈ ചാർട്ടേഡ് ഫ്ലൈറ്റല്ലേ, ഇത് അങ്ങോട്ട് പോകണതല്ലേ, പിന്നെ എങ്ങനെയാണ് ഇതിന് ഇടക്കിറക്കണത്, എന്ത് നോൺസെൻസ് ആണ്, ഇവർക്ക് വിവരമില്ലേ, ബുദ്ധിയില്ലേ, ഇതിന് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്ത് പ്രയോജനം എന്നൊക്കെയായിരിക്കും വിഡ്ഢിയാന്മാർ ചോദിക്കണത്. ഇതിൻ്റെ അകത്തൊരു റീസണുണ്ട്. അതെന്താണ്? ഒരു ഹാർട്ട് ഫെൽറ്റ് റീസണാണ്, നോട്ട് ഇൻ്റലക്ച്വൽ ബുദ്ധി ഫെൽറ്റായിട്ടൊരു റീസൺ അല്ല. ഒരു ഹൃദയവും തമ്മിൽ അറിയുന്ന ഒരു റീസണാണ്. അതുകൊണ്ട് അമ്മ എനിക്ക് മാഞ്ചസ്റ്റർ ഇറക്കണമെന്ന് പറയും. ഉടനെ അമ്മ എന്നാ ചെയ്യുമെന്ന് അറിയാമോ? പെട്ടെന്ന് ഈ അവിടെ എയർ ഹോസ്റ്റസ് വിളമ്പിക്കൊടുത്ത ഭക്ഷണം കഴിച്ചപ്പോൾ ഇവർക്ക് ഡയറിയായി, വയറ്റുക്ഷീണമായി ഉടനെ ഇയാൾ ബോധം കെട്ട് വീണ് ഫ്ലൈറ്റിൽ. അപ്പോൾ ഉടനെ എയർ ഹോസ്റ്റസ് എല്ലാം ഇവരെ കൊണ്ട് വിളിച്ച് അതിനകത്ത് ഡോക്ടർമാരെ വിളിച്ച് ട്രീറ്റ് ചെയ്ത് വിമാനം മാഞ്ചസ്റ്ററിൽ ഇറക്കി. സാക്ഷ്യത്തിൻ്റെ റേഞ്ച് പോണ കണ്ടില്ലേ? സാക്ഷ്യം ആരാണ് കൊയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആതിര സുകുമാരൻ ആരാണ്? നോട്ട് എ ക്രിസ്ത്യൻ. ആരാണ് വിജാതിയൻ, ആരാണ് സ്വജാതിയൻ നമുക്കറിയത്തില്ല. ആർക്കാണ് മുതൽ മുടക്കാൻ കഴിയുന്നത്? ഈ വിജാതീയ സ്വജാതീയ പക്ഷങ്ങൾ ക്രിസ്തു ഉണ്ടാക്കിയതാണ്. ആരാണ് വിജാതിയരെന്ന് ആരാണ് സ്വജാതിയരെന്ന് ക്രിസ്തു പറയുന്നുണ്ട്. മത്തായി ശ്രീഹാട് സുവിശേഷം 5:47 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 5:47 സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ഒന്ന് പറഞ്ഞേ. സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ദൈവം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. എനിക്ക് വിശന്നു, നിങ്ങൾക്ക് ഭക്ഷണം തന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ അൾട്ടിമേറ്റ് അന്ത്യവിധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ എല്ലാം ബേസ്ഡായിട്ടൊരു മദർ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ മദർ ക്വസ്റ്റ്യൻ എന്താണ്? എവഞ്ചലി, അതായത് ബൈബിൾ ഉയർത്തുന്ന ഒരു മദർ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണത്? വിശേഷവിധിയായി പറഞ്ഞേ. വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എപ്പോഴും ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. നമ്മുടെ ഉള്ളിൽ ചോദിക്കേണ്ടത് മറ്റ് വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഉടമ്പടിയുടെ ഒരു വിഷയം അതായി. ഈ ആതിര സുകുമാരൻ എന്താണ് ചെയ്തത്? വിശേഷവിധിയായി മാഞ്ചസ്റ്ററിൽ ഇറങ്ങിയിട്ട് ഇംഗ്ലീഷ് പത്രം ബ്രിട്ടീഷുകാർക്ക് കൊടുത്ത് അപ്പം തന്നെ അവരോട് കൃപാസന അമ്മയെക്കുറിച്ച് സംസാരിച്ചു. പോരെ? എങ്ങനെയുണ്ട് പരിപാടി? ഇന്ത്യക്കാരത്തെയാണ്, മനസ്സിലായില്ലേ? ഇവർ മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ട് ആദ്യം ചെയ്ത പരിപാടി എന്നറിയാമോ? ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും ബാഗിലുണ്ട്.
അത് മാഞ്ചസ്റ്ററിൽ ഇറങ്ങിയതിന് ശേഷം അവിടെ കണ്ട ബ്രിട്ടീഷുകാരോട് കൃപാസന ഇംഗ്ലീഷ് പത്രം കൊടുത്തിട്ട് കൃപാസന അമ്മയെക്കുറിച്ച് സംസാരിച്ചു. അതാണ് അമ്മയും മകളും തമ്മിലുള്ള ബന്ധം, പ്രേക്ഷിത ബന്ധമാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, മരിയൻ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, വാഗ്ദാനം തേടണമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ട വചനമാണ്. അതായത് അതിൻ്റെ താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം വിശേഷ വിദ്യയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് എന്നാ പറയണത്? വിജാതീയരും അങ്ങനെ തന്നെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതാണ് പ്രശ്നം. അപ്പോൾ ആരാണ് വിജാതീയര്? അതായത് വിശേഷ വിധിയായി ആരെല്ലാം ചെയ്യുന്നില്ല അവരെല്ലാം വിജാതീയരാണ്. ബൈബിളിൻ്റെ ഒരു ലെവൽ കണ്ടില്ലേ? വിശേഷ വിധിയായി ആരെല്ലാം ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ ആരെല്ലാം കമ്മിറ്റഡ് അല്ല, അവരെല്ലാം ബ്രാൻഡഡ് ജെൻറ്റൈൽസ്. ഈ ബ്രാൻഡഡ് ജെൻറ്റൈൽസ് ആണ് ഉടമ്പടി ഓപ്പൺ ആകാൻ കിട്ടാത്തത്. എന്ന് വെച്ചാൽ നമ്മൾ വിശേഷ നിങ്ങൾ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് റീഡ് ചെയ്യണം. എന്താണ്? നമ്മൾ വിശേഷ വിധിയായി ചെയ്യുന്നവരെന്താ ചെയ്യണത്? അവരേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്നു. അത് ഞാൻ പറഞ്ഞില്ല, സ്നേഹമാണ്, ദൈവസ്നേഹമാണ് ഉടമ്പടിയുടെ ഇന്ധനം. ദൈവസ്നേഹത്തിനെതിരെ നിൽക്കുന്ന വചനം എന്താണ്? ഭയമാണ്. സ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, യേശുവേ ആരാധന. 1 യോഹന്നാൻ 4:18. 1 യോഹന്നാൻ 4:18 വായിച്ചോളൂ. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തിലെ ഭയത്തിന് ഇടമില്ല. ഇപ്പൊ ആതിരസുമാന്റെ ഹൃദയത്തിൽ ഭയമില്ല. ബ്രിട്ടീഷുകാരല്ലേ, ഞാനെങ്ങനെ എൻ്റെ ഇംഗ്ലീഷിൽ സംസാരിച്ചവർക്ക് മനസ്സിലാകുമോ? അവർ റിജക്റ്റ് ചെയ്ത് എന്ത് ചെയ്യും? ഭയം ഉണ്ടാകാം. പക്ഷെ അമ്മയോടുള്ള സ്നേഹം കൊണ്ട്, കാരണം എന്താണ്? ഭയമില്ല. ഈ ഭയമില്ലാത്ത നിങ്ങൾക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിരിക്കുന്നത്, നിങ്ങളുടെ സ്നേഹത്തിലൊക്കെ ഭയമുണ്ട്. ഭയമുണ്ടെങ്കിൽ എന്താ പ്രശ്നം? ഇന്നിപ്പോൾ അച്ഛൻ വായിച്ച പോലെ ഇരിക്കും. അച്ഛൻ എന്താ വായിച്ചത്? ആ ഒരു താലന്ത് കൊടുത്തവൻ എന്നാ ചെയ്ത്? കൊണ്ടുപോയി കുഴിച്ചിട്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അവൻ കുഴിച്ചിട്ടിരിക്കണം എന്ന് നോക്കിക്കേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 സ്നേഹമേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. മത്തായി 25, 24, 25 തിരുവചനങ്ങൾ. മത്തായി 25, 24 വായിച്ചോളൂ. ഒരു താലന്ത് കിട്ടിയവൻ വന്നു പറഞ്ഞു. ഇത് പറഞ്ഞേ. ഒരു താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു. ഒരു താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട് ഞാൻ ഭയപ്പെട്ട്. അവർക്ക് സംഭവിച്ചത് എന്താണ്? ഭയമാണ്. ഭയം കാരണം സുവിശേഷ വേല ചെയ്യാൻ പറ്റണില്ല.
നിങ്ങൾക്ക് മടിയൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. മടിയൻ അതായത് മറ്റുള്ളവരെ നല്ലവനും വിശ്വസ്തനും എന്ന് പറഞ്ഞപ്പോഴേ ഇവനെ വിളിക്കണത് എന്താണ്? മടിയനും ദുഷ്ടനും എന്നാണ്. എന്താ വിളിക്കണത്? ദുഷ്ടനും മടിയനുമായ രണ്ടു തരം മനുഷ്യരാണ് ദൈവത്തിന് മുമ്പിലുള്ളത്. ഒന്ന് നല്ലവനും വിശ്വസ്തനും, രണ്ടാമത്തെ ആരാണ്? ദുഷ്ടനും മടിയനും. ദുഷ്ടനും മടിയനുമായുള്ള വ്യക്തിയാണോ നീ എന്ന് നോക്കണം. നീ മടിയനാണെങ്കിൽ തീർച്ചയായിട്ടും ദുഷ്ടനായിരിക്കും എന്നാണ് ബൈബിൾ പറയണത്. കളി മാറുവേ. നീ മടിയനാണെങ്കിൽ നിൻ്റെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? ദുഷ്ടനായിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോഴും മടി ആയിക്കൊണ്ട് പത്രം നാളെ കൊടുക്കാം, രോഗികൾ നാളെ പോയി കാണാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച പോയി കാണാമെന്ന് പറഞ്ഞിരുന്നാൽ ദൈവം നിന്നെ കണക്കാക്കുന്നത് ആരാണ്? അവിശ്വസ്തനാണ്. അവിശ്വസ്തയായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ആരാണ്? ദുഷ്ടനായിട്ടാണ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി ചെയ്യാൻ ബേസിക് റൈറ്റ് ഇല്ല. ദുഷ്ടന്മാർ ഉടമ്പടി ചെയ്യേണ്ട കാര്യമില്ല. കാര്യം കിട്ടത്തില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ദൈവം ഒന്നും ചെയ്യത്തില്ല. അവൻ്റെ താരന്തികൾ എടുക്കാൻ പറയും, കൊടുത്ത ഉടമ്പടി തിരിച്ചെടുക്കും. നിങ്ങളിവിടെയൊക്കെ കെട്ടിത്താത്തിട്ട് പോകാം, പക്ഷേ നിങ്ങളുടെ ഉടമ്പടി ദൈവം തിരിച്ചെടുക്കും. എന്താ കാര്യം? പ്രേക്ഷിത വേലയിൽ ബിഗ് സീറോ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദുഷ്ടനും മടിയനുമാകാതെ നല്ലവനും വിശ്വസ്തനുമായിക്കൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ എനിക്ക് നൽകിയ അഭിഷേകത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ധീരതയോടെ മുന്നേറാൻ അഗ്നിയാൽ അഭിഷേകം ചെയ്യണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ദൈവസ്നേഹത്തോടെ കൽപ്പിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ വിശേഷവിദ്യയായി ചെയ്യുന്നവരാണ് ഉടമ്പടി ക്രാക്കാക്കുന്നവർ, ഉടമ്പടി ഫയറാക്കുന്നവർ. ഇതിൻ്റെ ടെക്നോളജിയാണ്. ഇത് വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട വിഷയമാണ്. ആർക്ക് വേണമെങ്കിലും ഈ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ ഉടമ്പടി പെട്ടെന്ന് ഓപ്പണായിട്ട് കിട്ടും. കാര്യം ഇത് ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിലാണിത് വിഭാവന ചെയ്തിരിക്കുന്നത്. കവനൻ്റ് എന്ന് പറയുന്ന സങ്കല്പം. ലൂക്ക 17:10 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ലൂക്ക 17:10 ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. കണ്ടില്ലേ? ഇതിലെല്ലാം വെളിവാകണ ദൈവത്തിൻ്റെ ഗൂഢത, മനസ്സിൻ്റെ ഒരു ഒക്കൾട്ട് വേടുകളാണിതെല്ലാം. വെച്ച് കഴിഞ്ഞാൽ ഗൂഢസത്യങ്ങളുള്ളതാണ്. അല്ലാതെ കൽപ്പിക്കപ്പെട്ടത് മാത്രമാണ് ചെയ്താൽ അതിനകത്ത് പ്രത്യേകിച്ച് മാഹാത്മ്യമൊന്നുമില്ല. അപ്പം നിങ്ങൾ കല്യാണം കഴിക്കുന്നു, നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നു, മക്കളെ നിങ്ങളെ പഠിപ്പിക്കുന്നു, അവർക്ക് വേണ്ടി നിങ്ങൾ ഉറക്കം നിൽക്കുന്നു, 12 മണി വരെ അവരുടെ കൂടെ ഇരുന്ന് അവരെ പഠിപ്പിക്കുന്നു, രാവിലെ അവരെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നു, പണ്ടിയെ കൊണ്ട് ആക്കുന്നു, തിരിച്ചു കൊണ്ടുവരുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ട് ഒരു ഗുണവുമില്ലെന്നാണ് പറയണത്. എന്താ കാര്യം? ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടതാണ്. നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന സ്വാഭാവികമായ മനുഷ്യ പ്രവൃത്തിയാണ്. കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിന് ശേഷം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടവർ അമ്മയെന്ന രീതിയിൽ, അപ്പനെന്ന രീതിയിൽ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. കൽപ്പിക്കപ്പെട്ട ആ നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾ ചോദിക്കും, ഞാൻ ഭർത്താവിന് നോക്കണില്ലേ, എൻ്റെ കടമയല്ലേ അത്? ശരിയാണ്, കൽപ്പിക്കപ്പെട്ടതാണത്. എൻ്റെ ഭർത്താവിനെ കിടപ്പ് രോഗിയല്ലേ, അപ്പോൾ ഞാൻ നോക്കുന്നില്ലേ? ഞാൻ തന്നെ വേറെ എടുത്ത് കൊണ്ടുവന്ന് ഭർത്താവിന് ഭക്ഷണം കൊടുക്കണില്ലേ, മരുന്നിന് കൊടുക്കണില്ലേ, എല്ലാം ഞാൻ ചെയ്യണില്ലേ? നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടതാണ്. ഇതെല്ലാം ക്രിസ്തുവിൻ്റെ പേരിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ റീഫണ്ട് ചെയ്യും. വേറെ നിങ്ങൾ ആ ഭർത്താവ് എഴുന്നേറ്റ് വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചുകൂടി ആശ്വാസം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പേരിലായിപ്പോവും. മനസ്സിലായില്ലേ? അതായത് ബ്ലെസ്സിങ് ആൻഡ് ഗ്രേസ് വ്യത്യാസമുണ്ട്. ഗ്രേസ് എന്ന് പറയണത് ക്രിസ്തുവിൽ നിന്നുണ്ടായതാണ്. നിങ്ങൾക്കറിയാമല്ലോ ഗ്രേസിൻ്റെ കാര്യം. അനുഗ്രഹം ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഉണ്ടായതാണ് അനുഗ്രഹം. അതിനുവേണ്ടി എക്സ്ട്രാ ആയിട്ട് ആരും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത് ആർക്കും കിട്ടും. നിരീശ്വരവാദിക്കും അനുഗ്രഹം കിട്ടും. അവൻ ജനിച്ചു പോയില്ലേ? അപ്പോൾ ജനിച്ചപ്പോൾ ദൈവം അതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവന് ബുദ്ധി കൊടുത്തിട്ടുണ്ട്, കഴിവ് കൊടുത്തിട്ടുണ്ട്, എല്ലാ കഴിവും കൊടുത്തിട്ടുണ്ട്.